Hello everyone, ഞാൻ കൃഷ്ണവേണി മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഫ്രം MIT യൂണിവേഴ്സിറ്റി നോയിഡ. ഓക്കെ, സോ ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക് ഇസ് അബൌട്ട് സ്ലീപ്പ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളത്, നമ്മൾ കുറേ നെഗ്ലക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെന്റൽ ഹെൽത്ത് ആയാലും ഇതിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് സ്ലീപ്പ്. നമ്മൾ എത്രത്തോളം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താലും എത്രത്തോളം ഫുഡ് ഇതാക്കിയാലും ഒക്കെ നമുക്ക് ഉറക്കം എന്നുള്ളതിന് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ഉറക്കം എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബാക്കി എന്തൊക്കെ ചെയ്തിട്ടും ഉറക്കം എന്നുള്ള സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം പോകുന്ന ഒരവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മൾ സൈക്കോളജിക്കലി ഈ ഉറക്കത്തിന്റെ അടിയിൽ കുറേ ഡിസോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഉറക്കം ഇല്ലായ്മയെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഉറക്കം ഇല്ലായ്മ ടുഡേ. ഓക്കെ, ഇതിന് നമ്മൾ സൈക്കോളജിക്കലി പറയുന്ന ഒരു പേരാണ് ഇൻസോംനിയ. ഓക്കെ, ഇതിനെ ഇൻസോംനിയ എന്നും അതുപോലെ തന്നെ ഉറക്കം കൂടുന്നതിന് മീൻസ് ഫുൾ ടൈം ഉറക്കം വരുന്നതിന് നമ്മൾ ഹൈപ്പർസോംനിയ എന്ന് പറയും. നമുക്ക് ഇൻസോംനിയനെ കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഈ ഇൻസോംനിയ ഒരു ദിവസം ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ 2 ദിവസം ഉറക്കം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് ഇൻസോംനിയ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇതിന് 3 സിംറ്റംസ് വേണം. ഓക്കെ, ഈ സിംറ്റംസ് ഞാൻ പറയുന്നത് ICD പ്രകാരമാണ്. ICD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ മെന്റൽ ഹെൽത്ത് കെയറിന് യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ICD. നമ്മുടെ കൺട്രിയിൽ മാത്രമല്ല, വി ഓൾസോ യൂസ് ഇറ്റ് ഇൻ ദ ഏഷ്യൻ കൺട്രീസ്. മോസ്റ്റ്ലി എവറി ഏഷ്യൻ കൺട്രീസിൽ മെന്റൽ ഹെൽത്ത് കെയറിന് യൂസ് ചെയ്യുന്ന ബുക്കാണ് ICD. അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രി ആണെങ്കിൽ ഇറ്റ്സ് DSM. നമ്മൾ അതും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇറ്റ്സ് ഫോർ സ്റ്റഡിങ്. അല്ലാണ്ട് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ICD തന്നെയാണ്. ICD പ്രകാരം 3 സിംറ്റംസ് ആണ് നമുക്ക് അതിനുള്ളത്. ഫസ്റ്റ്, ഉറക്കം ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കിടന്നിട്ടും ഉറക്കം വരാനുള്ള ബുദ്ധിമുട്ട്. അതിന്റെ കൂടെ തന്നെ ഉള്ളൊരു സാധനമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റുക. ഇപ്പൊ നമ്മളൊരു 10 o'clock കിടക്കുകയാണെങ്കിൽ 11 എണീക്കുക, പിന്നെ 12 എണീക്കുക. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഉറങ്ങുമ്പോൾ നമുക്ക് ഉറക്കം ഫുള്ള് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നില്ലല്ലോ. സോ അതാണ് ഒന്നാമത്തെ സിംറ്റം. എന്തൊക്കെയാണ്? ഉറക്കം ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും. ഇനി സെക്കൻഡ് സിംറ്റം. രണ്ടാമത്തെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉറങ്ങിയിട്ടും ഇപ്പൊ രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് ക്ഷീണം തോന്നുക, പിന്നെയും ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് തോന്നുക, ഭയങ്കര ടയേർഡായിട്ട് തോന്നുക, ഉറങ്ങിയില്ല എന്ന് തോന്നുക. ആ ഒരു തോന്നലും നമ്മുടെ ബോഡി ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുന്നതാണ് സെക്കൻഡ് സിംറ്റം. ദെൻ ദ തേർഡ് സിംറ്റം ഇസ് ഇത് കാരണം, ഈ ഉറക്കമില്ലായ്മ കാരണം നമ്മുടെ ബാക്കിയുള്ള ലൈഫിനെ എഫക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ അവിടെയുള്ള വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പറ്റായിക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം വരിക. ഉറക്കം കിട്ടാതാവുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവില്ല, അപ്പൊ നമുക്ക് ദേഷ്യം വരും. നമ്മൾ കൂടെ നിൽക്കുന്നവരോടോ പാർട്ട്ണറിനോടോ കുട്ടികളോടോ പാരന്റ്സിനോടോ ഒക്കെ നമ്മൾ ദേഷ്യപ്പെടും. സോ ഇത് കാരണം, ഈ ഒരു ഉറക്കമില്ലായ്മ കാരണം ബാക്കിയുള്ള നമ്മുടെ ബാക്കി ലൈഫും കൂടെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാം. ഇത് 3ആണ് ഇതിന്റെ സിംറ്റംസ്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി എണീറ്റാലും നമുക്ക് ടയേർഡായിട്ട് തോന്നുക. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ ഉറക്കമില്ലായ്മ കാരണം നമ്മുടെ ബാക്കിയുള്ള ലൈഫ് വല്ലാണ്ട് എഫക്ട് ചെയ്യും. ഇനി ഇത് എത്ര നാള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസോംനിയ ആണെന്ന് പറയാം. ഇത് 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം. എത്ര നാളത്തേക്ക്? 3 മാസത്തേക്ക്. സോ 3 months വീക്ക്ലി ത്രൈസ് 3 days. അപ്പോ 3 nights എങ്കിലും ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസോംനിയ ആണെന്നുള്ളത് പറയാം. ഓക്കെ, ഇനി ഇൻസോംനിയ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസോംനിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. അത് ട്രീറ്റ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കണം. കാരണം ഇത് നമ്മുടെ ഫിസിക്കലിനെ മെന്റൽ ഹെൽത്തിനെ എല്ലാത്തിനും ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സാധനം. സോ ഇത് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാതെ വേറെ വഴിയൊന്നുമില്ല. സോ ദിസ് ഈസ് അബൌട്ട് ഇൻസോംനിയ. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഇതല്ലാണ്ട് ഉറക്കം വരായികയുണ്ട്. നമ്മളിപ്പോ ഇതിപ്പോ ഈ 3 പറഞ്ഞ സിംറ്റംസ് ഇത്ര നാളൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഇൻസോംനിയ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഉറക്കം കിട്ടായിക, ചില ദിവസങ്ങൾ ഉറക്കം കിട്ടായികയില്ലേ, അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്ന വീഡിയോയിൽ ഐ വിൽ ബി ഷെയറിങ് അബൌട്ട് സം ഓഫ് ദ കോസസ്. ഇതിന്റെ കാരണം എന്താണ്, അതുപോലെ തന്നെ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഇതും ഞാൻ ഇടുന്നതായിരിക്കും. So it will be coming up in the next video. So അതും കാണാം. അപ്പോൾ thank you so much. I think it helped even of you out there. So thank you so much. Bye.